5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമസ്കാരം. 2026 മെയ് മാസം 27 കഴിഞ്ഞ ഇപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ് വന്നത് പിണറായി വിജയൻ്റെ രണ്ടാമത്തെ സർക്കാർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2026 മെയ് മാസം 27 28 മെയ് മാസത്തിൽ രാജ്ഭവൻ അങ്കണത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ UDF ആണ് വരുന്നതെങ്കിൽ UDFനെ പ്രതിനിധീകരിച്ച് ആരായിരിക്കും മുഖ്യമന്ത്രി? അതാരായിരിക്കും? സതീശനായിരിക്കും, VD സതീശനായിരിക്കുമോ, രമേശ് ചെന്നിത്തലയായിരിക്കുമോ, അതോ ഡൽഹിയിൽ നിന്ന് KC വേണുഗോപാൽ ഇറങ്ങുമോ? ഇവരെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ന്യൂനപക്ഷത്തിൽ നിന്നൊരാൾ വേണമെന്ന് പറഞ്ഞ് സണ്ണി ജോസഫ് വരുമോ? അതോ ഒരു മുസ്ലിം സമുദായക്കാരൻ ആരാകട്ടെ എന്ന് പറഞ്ഞ് MM ഹസൻ വരുമോ? ആരാണ് വരാൻ പോകുന്നത്? അതോ K സുധാകരനെ മാറ്റി നിർത്തിയപ്പോൾ എന്തെങ്കിലും ഒത്തുതീർപ്പ് കൊടുത്തിട്ടുണ്ട്, K സുധാകരൻ വരുമോ? ഇനി അടുത്ത 5-6 മാസക്കാലം നടക്കുന്ന വലിയ ഒത്തുതീർപ്പ് ചർച്ചയുടെ ഫലമായി ശശി തരൂർ വരുമോ? അതോ ഇതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് K മുരളീധരൻ വരുമോ? ഇതാണ് ചർച്ച. നമുക്ക് ശശി തരൂരാണ് നമ്മുടെ VD സതീശനാണ് വരേണ്ടതെങ്കിൽ, VD സതീശൻ വരണമെങ്കിൽ നിർബന്ധമായും നിലമ്പൂരിൽ നമ്മുടെ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചിരിക്കണം. ആര്യാടൻ ഷൗക്കത്ത് തോറ്റാൽ VD സതീശൻ്റെ ഗ്രാഫ് കുറയും. ആ ഗ്യാപ്പ് നോക്കി ബാക്കിയുള്ളവരുടെ ഗ്രാഫ് ഉയർന്നു നിൽക്കും. രമേശ് ചെന്നിത്തല വളരെ കൃത്യമായി ഒരുപാട് സ്ട്രാറ്റജികൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി കാൻഡിഡേറ്റിൽ അദ്ദേഹം NSSനെ കാണുന്നു, SNDPയെ കാണുന്നു, മതമേലധ്യക്ഷന്മാരെ കാണുന്നു, വലിയ പരിപാടികൾ നടത്തുന്നു, ദളിത് കോൺക്ലേവ് നടത്തുന്നു. ഒരുപാട് കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വിസിബിലിറ്റി കഴിഞ്ഞ കുറച്ചു കാലമായി വളരെ വലുതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് രമേശ് ചെന്നിത്തല ഒരു കാൻഡിഡേറ്റായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. ശശി തരൂർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് വലിയ തോതിൽ ഒരു ഹൈപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മോഡിയുടെ അടുത്ത് പോകുമെന്നൊക്കെ പറഞ്ഞൊരു ഭീഷണിയിൽ നിൽക്കുകയാണ്. ചിലപ്പോൾ ഒത്തുതീർപ്പ് കാൻഡിഡേറ്റ് എന്ന് ശശി തരൂർ വരുമോ? ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നപ്പോൾ കുറച്ചു കാലത്തേക്കെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം കിട്ടും, ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ള നിലയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ആഭ്യന്തരമന്ത്രിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചിലപ്പോൾ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നതൊരു അന്തരീക്ഷമുണ്ടായിരുന്നു. ഇനി അങ്ങനെ വരുമോ? അതൊക്കെ ഇതെല്ലാം ഇങ്ങനെ നിൽക്കുമ്പോഴും KC വേണുഗോപാൽ പാർലമെൻറ്റ് സീറ്റ് രാജിവെച്ചു. കാരണം അങ്ങനെ സംഭവിക്കാം. നമ്മുടെ വടകര MP ആയിട്ട് ഇപ്പോൾ ഇരിക്കുന്ന ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് രാജിവെച്ചിട്ടാണല്ലോ പോയത്. അതുപോലെ തന്നെ അപ്പോൾ KC വേണുഗോപാൽ അവിടെ രാജിവെച്ചിട്ട് ഇവിടെ MLA ആയി മത്സരിക്കുമോ മുഖ്യമന്ത്രി കാൻഡിഡേറ്റായിട്ട്? അതല്ല, ജയിച്ചതിന് ശേഷം മുഖ്യമന്ത്രിയാകാൻ ഒരു തർക്കം വരികയാണെങ്കിൽ, പാർലമെൻ്ററി പാർട്ടിയിലൊരു തർക്കം വരികയാണെങ്കിൽ ഒരു ഒത്തുതീർപ്പ് കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ ഹൈക്കമാൻഡ് അവസാനം KCയുടെ പേര് തീരുമാനിക്കുമോ? ഇതിനെല്ലാം ഒത്തുതീർപ്പ് എന്നുള്ള നിലയിൽ മുരളി വരുമോ? NSSൻ്റെയൊക്കെ ഒരു സഹായത്തോടു കൂടി മുരളി വരുമോ? എന്തായാലും UDFൻ്റെ 2026 മുഖ്യമന്ത്രി ആര് എന്നറിയാൻ വലിയ പ്രതീക്ഷയുണ്ട് കേരളത്തിന്. UDF വരാൻ സാധ്യത, നിലമ്പൂർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും UDFനാണൊരു അപ്പർ ഹാൻഡ് കിട്ടുക. അങ്ങനെ കിട്ടിയാൽ ആരായിരിക്കും മുഖ്യമന്ത്രി? ആ മുഖ്യമന്ത്രി ആരെന്നറിയാൻ കൗതുകമുണ്ട്. അതിൽ ഞാൻ സൂചിപ്പിച്ചുള്ള VD സതീശൻ്റെ ഗ്രാഫിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. സതീശനിസമില്ല എന്നാണ് മുരളീധരനും നമ്മുടെ രമേശ് ചെന്നിത്തലയൊക്കെ പറയുന്നത്. ഇല്ലെങ്കിൽ പിന്നെ എന്ത് ഇസമാണ് ഇവിടെ ഉള്ളത്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ആരാണ് വരുന്നത്? ഇത് വളരെ വലിയൊരു ചോദ്യമാണ്. രസകരമാണ്. മലയാളിക്ക് ചിന്തിക്കാനും കഥകളിറക്കാനും ട്രോളിറക്കാനും പറ്റിയ നല്ല രസകരമായൊരു വിഷയമായതുകൊണ്ടാണ് ഇത് വളരെ നേരത്തെ ചെയ്ത്. ഇനിയും ഏകദേശം 1 വർഷത്തിന് താഴെ സമയമുണ്ട്. അപ്പോഴും ചെയ്യുന്നത് അടുത്ത 5-6 മാസക്കാലം കേരള സമൂഹത്തിൽ നടക്കുന്ന ചർച്ച ആരായിരിക്കും UDFൻ്റെ മുഖ്യമന്ത്രി? ആ മുഖ്യമന്ത്രിയാകാൻ ഓരോരുത്തരും പണിയുന്ന പണി എന്താണ്? ഇനി 72 or 73 സീറ്റ് മാത്രമാണ് കിട്ടി UDF വരുന്നതെങ്കിൽ അപ്പോൾ കളം മാറും, പാർലമെൻ്ററി പാർട്ടി കൂടി തീരുമാനമെടുക്കും. അപ്പോൾ പണ്ട് പലപ്പോഴും സംഭവിച്ചിട്ടുള്ളതുപോലെ ഇവിടെ തീരുമാനമെടുക്കാൻ പറ്റുമോ? പറ്റാതെ AICCക്ക് വിടുമോ? AICCക്ക് വിട്ടാൽ AICC പുതിയ കാൻഡിഡേറ്റിനെ ഇറക്കുമോ? ഇങ്ങനെ ചരട് വലികളുടെ നൂലാമാലകൾ പല ഭാഗത്ത് നടക്കും. ഇത് രാഷ്ട്രീയമാണ്. ഈ പാർട്ടികളെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല, നമുക്കൊന്നും പറയാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൽ മുൻവിധികൾക്ക് സ്ഥാനമില്ല. അപ്പം കാണുന്നവൻ അപ്പൻ, വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളതാണ് അതിൻ്റെ സമീപനം. എന്ത് സംഭവിക്കാം. പക്ഷെ ചാണക്യതന്ത്രങ്ങൾ മെനയുവാനുള്ള ഒരു ലീഡർ നമുക്കില്ല. വലിയ മെയ്വഴക്കമുള്ള ഉമ്മൻചാണ്ടി നമുക്കില്ല. വളരെ സീനിയറായിട്ടുള്ള ആൻ്റണിയുടെ വാക്കുകൾക്കത്ര പ്രസക്തിയുമില്ലാത്ത പുതിയ കാലത്ത് ആരാവും ചാമ്പ്യൻ, ആരായിരിക്കും മുഖ്യമന്ത്രി? നമുക്ക് കാത്തിരുന്ന് കാണാം.